ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്രൈഡൽ ഹെന്ന മേക്കിംഗ് ആണ്. അതിൻ്റെ മെഷർമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ വെഡിങ് ഡേ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വെഡിങ് ഡേ മെഹന്തി അല്ലെങ്കിൽ വെഡിങ് ഡേ ഹെന്ന. എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വെഡിങ് ഡേ ഹെന്ന നല്ല റെഡ് കളറായിട്ടിരിക്കുക, നല്ല സ്റ്റെയിൻ വരിക, നല്ല ഭംഗിയുണ്ടായിരിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ് ഓർഗാനിക് ഹെന്ന കോൺസിനേറ്റും ബ്രൈഡൽ ഹെന്ന കോൺസ് വെഡിങ് ഡേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബ്രൈഡൽ ഹെന്ന കോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രിപ്പിൾ സിഫ്റ്റർ ഹെന്ന പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ യൂക്കാലിപ്റ്റസ് ഓയിലും ടീ ട്രീ ഓയിലും ആണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ ഹെന്ന കോൺസിനേക്കാൾ ബ്രൈഡൽ ഹെന്ന കോൺസിനെ വ്യത്യസ്തമാക്കുന്നത് സാധാരണ ഹെന്ന കോൺസിൽ നമ്മൾ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്യുക. പക്ഷേ ബ്രൈഡൽ ഹെന്ന കോൺസിൽ 2 to 3 എസൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യും. എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു മെഷറിംഗ് കപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 50 ഗ്രാം ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 20 ഗ്രാം ഷുഗർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഹെന്ന പ്രോഡക്ട്സൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ താഴെ ലിങ്ക് ചെയ്തേക്കാം. അപ്പോൾ ഇത് നന്നായി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു അളവിലെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് ഡൈ റിലീസിന് മുന്നേ വെള്ളം ഒഴിക്കരുത്. ഇനി നമ്മൾ എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണം. 50 ഗ്രാം ഹെന്ന പൗഡറിന് 15 ml എസൻഷ്യൽ ഓയിലാണ് വേണ്ടത്. ഇപ്പം ഞാനിവിടെ ടീ ട്രീ ഓയിലും യൂക്കാലിപ്റ്റസ് ഓയിലും 7.5 ml വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഡൈ റിലീസിനായി നല്ല മൂടി വയ്ക്കുക. ഡൈ റിലീസിന് വെക്കുമ്പോൾ എയർ പുറത്ത് പോകാത്ത രൂപത്തിൽ വേണം വെക്കാൻ. ഒന്നെങ്കിൽ നല്ല ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് മൂടി വെക്കണം, അല്ലെങ്കിൽ ഇതേപോലെ നല്ലൊരു അടപ്പ് വെച്ചിട്ട് നന്നായി മൂടി വെക്കുക. ഇപ്പോൾ ഡൈ റിലീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് ശേഷം ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ബീറ്റ് ചെയ്തതിന് ശേഷം നല്ല കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കുക, ഓവറായിട്ട് വെള്ളം ചേർക്കരുത്. ഇപ്പോൾ കണ്ടില്ലേ, കൺസിസ്റ്റൻസി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. 50 ഗ്രാം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് 168 ഗ്രാംസ് ഹെന്ന പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 6 ഹെന്ന കോൺസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേ മെഷർമെൻറ്റ്സ് കൂട്ടിയിട്ട് കറക്റ്റ് അളവിൽ ബൾക്കായിട്ട് നമുക്ക് ബ്രൈഡൽ ഹെന്ന കോൺസും ഓർഗാനിക് ഹെന്ന കോൺസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കോൺ റോളിങ്ങിൻ്റെയും സീലിങ്ങിൻ്റെ ഒക്കെ വീഡിയോ മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക, ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺ. ബൈ.